എല്ലാ കൂട്ടുകാർക്കും ബ്ലൂമിംഗ് ബഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, എങ്കിലും നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റിയിൽ ഒരു റാബിറ്റിന്റെ സ്റ്റോറി ആയിരുന്നു. റാബിറ്റിന്റെ പേര് പീഹു എന്നായിരുന്നു. അതുപോലെ റാബിറ്റ് വൈറ്റ് കളറിലാണ്. റാബിറ്റിന് കുറെ അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഈ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ആക്ടിവിറ്റിയിൽ തന്നത്. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ. പീഹു ഈസ് എ ഡാഷ്. പീഹു എന്ന് പറയുന്നത് ആരാണ്? റാബിറ്റ് ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പീഹു ഈസ് ഡാഷ് ആൻഡ് സോഫ്റ്റ്. പീഹുവിന്റെ നിറം റെഡ്, വൈറ്റ്, യെല്ലോ. ആൻസർ വൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റാണോ എന്ന് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതിൽ ആദ്യത്തെ ചോദ്യം, പീഹു ഹാസ് നോ ഫ്രണ്ട്സ്. പീഹുവിന് ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. പീഹു ലൈക്സ് ടു ഈറ്റ് ക്യാരറ്റ്. പീഹുവിന് ക്യാരറ്റ് കഴിക്കുന്നത് ഇഷ്ടമാണ്, അത് ശരിയാണ്. അടുത്ത ചോദ്യം, പീഹു ആൻഡ് ഹെർ ഫ്രണ്ട്സ് പ്ലേ ഇൻ ദി ഡാഷ്. പീഹുവും ഫ്രണ്ട്സും കളിച്ചിരുന്നത് പാർക്കിലാണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ്. ഈ ഒരു പിക്ചർ നന്നായി നോക്കി മനസ്സിലാക്കിയതിനു ശേഷം ഇതിനനുയോജ്യമായി ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതണം. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ആവശ്യമായ ഹിൻസ് താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. സീസോ, പ്ലേയിങ്, ബേബി എലിഫന്റ്, സ്വിംഗ്, ഫ്ലൈയിങ്, ഹാപ്പി, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഉൾപ്പെടുത്തിയുള്ള പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് എഴുതേണ്ടത്. അതിങ്ങനെ എഴുതാം. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ പാർക്ക്. ദ മൗസ് ആൻഡ് ദ സ്പാരോ ആർ പ്ലേയിങ് ഓൺ ദി സീസോ. The butterfly is flying. The baby elephant is coming towards them. They are all playing in the park. They are all happy. Okay. Activity 3 conversation എഴുതാനാണ്. Pihu and the baby elephant. Complete the conversation between Pihu and the baby elephant. പിഹുവും ബേബി എലിഫന്റും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. അതിലും എഴുതേണ്ട വേർഡ്സുകൾ താഴെ ബോക്സിൽ തന്നിട്ടുണ്ട്. പ്ലേയിങ്, ക്യാൻ, ജോഗിങ്, യെസ്, ഹലോ. ഓക്കെ, പീഹു പറയുന്നുണ്ട്, ഡാഷ് ഫ്രണ്ട്, വൈ ആർ യു ഹിയർ. അപ്പൊ നമ്മൾ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ് അല്ലെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഹലോ എന്ന് എഴുതാം. ബേബി എലിഫന്റ്, ഹായ്, ഐ എം ഹിയർ ഫോർ ഡാഷ്. ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നാ പറയുന്നത്? ജോഗിങ്. അടുത്തത് പീഹു, ഓ ഇസ് ഇറ്റ്, വി ആർ ഡാഷ്. ഞങ്ങൾ എന്തിനാണ് വന്നത്? പ്ലേയിങ് അല്ലെ, ഞങ്ങൾ കളിക്കാനാണ് വന്നത്. ബേബി എലിഫന്റ്, ഡാഷ് ഐ ജോയിൻ യു. ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ എന്ന് എഴുതാം. ക്യാൻ ഐ ജോയിൻ യു. ഓക്കെ, അടുത്തത് പീഹു പറയുന്നുണ്ട്, ഡാഷ് യു ക്യാൻ. യെസ് യു ക്യാൻ. ഓക്കെ, നാലാമത്തെ ആക്ടിവിറ്റി റീഡ് ആൻഡ് മാച്ച്. ഓക്കെ, താഴെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് നോക്കി കറക്റ്റ് ആയി മാച്ച് ചെയ്ത് അറിഞ്ഞാൽ മതി. അതിൽ എ കോളത്തിൽ തന്നിരിക്കുന്നത് ഐ ലൈക്ക് നെക്ടർ. ബട്ടർഫ്ലൈയുടെ ചിത്രം തന്ന് ഐ ലൈക്ക് നെക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്ലവറിലേക്ക് വരച്ചു ചേർക്കാം. അടുത്തത് എലിഫന്റിന്റെ പിക്ചർ ആണ്. ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ, ഐ ലൈക്ക് ഷുഗർ കെയിൻ. ഓക്കെ, അപ്പോൾ ഷുഗർ കെയിന്റെ ചിത്രം വരുന്നത് ഏതാണോ അതിലേക്ക് വരയ്ക്കാം. അടുത്തത് സ്പാരോ ആണ്. ഐ ഡോണ്ട് ലൈക്ക് ഷുഗർ കെയിൻ, ഐ ലൈക്ക് നട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പോൾ ഇതിൽ നട്ട്സും സീഡ്സും ഏതാണ് അതിലേക്ക് വരച്ചു ചേർക്കുക. ഐ ലൈക്ക് ഹെൽത്തി ഫുഡ്, ഐ ഈറ്റ് ക്യാരറ്റ്സ് ആൻഡ് ഗ്രീൻ ലീവ്സ്. എനിക്ക് ക്യാരറ്റും ഗ്രീൻ ലീവ്സുമാണ് ഇഷ്ടം. അപ്പോൾ ആ ചിത്രത്തിലേക്കാണ് വരച്ചു ചേർക്കേണ്ടത്. അടുത്തത് ആൻഡിന്റെ ചിത്രമാണ്. ആൻഡ് പറയുന്നത് ഐ ലൈക്ക് ഷുഗർ ആൻഡ് സ്വീറ്റ്സ്. എനിക്ക് പഞ്ചസാരയും മധുരവുമാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്കാണ് വരയ്ക്കേണ്ടത്. ആക്ടിവിറ്റി 5 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആഡ് മോർ ലൈൻസ്. ഇവിടെ നമുക്കൊരു പോയം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റാൻസ് എങ്ങനെയാണ്? റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദി ട്രീസ്, സ്മൈൽ ഓൾ ഡേ. ഇനി അടുത്തത് എഴുതേണ്ടത് നമുക്ക് എഴുതാനുള്ള വേർഡ്സുകൾ തന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, ഗ്രാസസ്, ഹൗസസ്. ഈ വേർഡ്സ് വെച്ചിട്ടാണ് അടുത്ത ലൈൻസ് എഴുതേണ്ടത്. റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദി ഫ്ലവേഴ്സ്, സ്മൈൽ ഓൾ ഡേ. അടുത്തത് വരുന്നത് റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദി പ്ലാന്റ്സ്, സ്മൈൽ ഓൾ ഡേ. അടുത്തത് വരുന്നത് റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദി ഗ്രാസസ്, സ്മൈൽ ഓൾ ഡേ. അടുത്തത് റെയിൻ റെയിൻ കം ടുഡേ ഓൺ ദി ഹൗസസ്, സ്മൈൽ ഓൾ ഡേ. ഓക്കെ, ഇത്രയുമായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാ കൂട്ടുകാരും നന്നായി തന്നെ എക്സാം എഴുതി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ
ബ്ലൂമിംഗ് ബഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്